പേരാമ്പ്രയിലെ പ്രതിഷേധത്തിനിടെ പോലീസിന് നേരെ എറിഞ്ഞത് നാടൻ ബോംബാണെന്ന് സംശയം. ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് സംഭവസ്ഥലത്ത് നിന്ന് ചാക്കുനൂല് കണ്ടെടുത്തിരിക്കുന്നത്. കേസിൽ 5 UDF പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത മറ്റു 2 പേരെ വിട്ടയക്കുമെന്നറിയുന്നു. അഭിജിത്ത് മുഴക്കുന്നും പേരാമ്പ്രയിൽ നിന്ന് AK അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അഭിജിത്തിലേക്ക്. അഭിജിത്ത്, ഫോറൻസിക് പരിശോധനയിൽ എറിഞ്ഞ സ്ഫോടക വസ്തു നാടൻ ബോംബാണ് എന്നുള്ളൊരു നിഗമനത്തിലാണോ പോലീസ്? അരുൺകുമാർ, പോലീസിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയിലേക്ക്, അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരുന്നു. ഇന്നലെ സംഭവസ്ഥലത്തെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അതായത് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. അതായത് വലിയൊരു അന്വേഷണത്തിലേക്ക്, ഉയർന്ന ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക്, ഗൌരവമായി തന്നെ ഈ വിഷയം പരിഗണിക്കുന്നതിലേക്കൊക്കെ പോലീസ് കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പരിശോധനയിലാണ് ഇന്നലെ ചാക്കിന്റെ നൂലടക്കമുള്ള വസ്തുക്കൾ പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞത്. നാടൻ ബോംബാണ് പോലീസിനു നേരെ പ്രയോഗിച്ചത് എന്നുള്ളൊരു സംശയം നിലവിൽ അന്വേഷണ സംഘത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുകയാണ്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുക. ഏതായാലും ഇതിൽ ഇങ്ങനെ ഒരു സ്ഫോടക വസ്തുക്കൾ തങ്ങളാരും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള വാദമായിരുന്നു ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നത്. പോലീസിന്റെ തന്നെ കൈവശമുള്ള ഏതെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊട്ടിയതാകാം എന്നൊക്കെ ഇന്നലെ DCC അധ്യക്ഷനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നാടൻ ബോംബൊക്കെ പോലീസ് കൊണ്ടുവരേണ്ട സാഹചര്യമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടേക്ക് ഈ ബോംബുകളൊക്കെ എത്തിയത് എന്നുള്ള സംശയമാണ് ബാക്കി നിൽക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 കേസുകളുമായി ബന്ധപ്പെട്ടാണ്. പേരാമ്പ്രയിലെ സംഘർഷത്തിന് പിന്നാലെ 2 കേസുകൾ പോലീസ് എടുത്തിരുന്നു. ആ 2 കേസുകളിലുമായാണ് ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.